പോകാനായിട്ട് നമ്മളുടെ ഓരോരുത്തരെയും അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനായിട്ട് ഓരോ കുട്ടികളും ജനിക്കുന്ന അത്ഭുതങ്ങളാണ്. ഈ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നവരെല്ലാം വെറും സാധാരണ നമ്മളെപ്പോലെ അല്ല, നമ്മളെക്കാളും വളരെ മോശം ബാക്ക്ഗ്രൗണ്ടിൽ തോന്നുന്ന ഒരു ചെറിയ മനുഷ്യരാണ്. പക്ഷെ അവർ ആ തിരിച്ചറിഞ്ഞ് അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അവർ കെട്ടുപൊട്ടിച്ച് പുറത്ത്. അതുകൊണ്ടാണ് പലപ്പോഴും എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണെന്നല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ സ്ട്രോങ് ആക്കും. നമ്മളെല്ലാത്തിനെയും ആലോചിച്ച് കാരണം നമ്മളുണ്ടാക്കിയിട്ടിരിക്കുക നമ്മുടെ ബ്രെയിന് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ആവറേജ്, കാരണം എല്ലാ കാര്യത്തിനും ഈ ആവറേജിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. വളരെ പ്രധാനപ്പെട്ട വളരെ സിമ്പിളായതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യത്തില്ല. ഞാനിത് വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എത്ര പേര് എഴുതി വെച്ചിട്ടുണ്ട്? ഒരു 5 നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 എണ്ണം എഴുതി വെക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണോ? അല്ല. പക്ഷെ നമ്മൾ പല ആൾക്കാരും ചെയ്യാൻ പഠിക്കും. പക്ഷേ ഇത് എഴുതുന്നവർക്ക് സാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അതിലൊന്ന് ഫോക്കസ് ചെയ്യുക. എപ്പോഴും ആ ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, കാരണം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യാം. പല ആൾക്കാരും എനിക്കിന്ന് പറയാം, ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ ഏജിലാണ് ജീവിക്കുന്നത്, ഇന്ന് ഇത്രയും സാധ്യതകളുടെ ലോകത്താണ് ജീവിക്കുന്നത് പറയുമ്പോഴും എനിക്കറിയാവുന്ന ധാരാളം ആൾക്കാർ ഇപ്പോഴും വിമുഖത, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നലെ വൈകുന്നേരം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കറിയാം. ഞാൻ ആദ്യം ഫോൺ വാങ്ങുന്നത് ആ സമയത്ത് ഔട്ട് ഗോയിങ്ങിന് 16.5 രൂപയായിരുന്നു. ലോക്കൽ കോളിന് ഔട്ട് ഗോയിങ്ങിന് 16.5 രൂപയും. ഇന്നത്തെ ജനറേഷൻ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ചിരി വരും. ഔട്ട് ഗോയിങ്ങിന് ഒരു മിനിറ്റിന് 16.5 രൂപ ഔട്ട് ഗോയിങ്ങിന്. ഇൻകമ്മിങ്ങിന് 8.5 രൂപയായിരുന്നു. ലോക്കൽ കോളിൻ്റെ കാര്യമാണെന്ന് ഓർക്കണം. ഇന്ന് ഇപ്പോൾ ഇതിനകത്ത് അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു പൈസ പോലും മുടക്കാതെ, അതായത് ബൗണ്ടറി, അതായത് നമ്മൾ പണ്ട് സിംഗപ്പൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് ഒരാളോട് സംവദിക്കണമെങ്കിൽ അവിടെ ചെല്ലണമായിരുന്നു. അവിടെ ചെല്ലേണ്ട സമയത്ത് ഇന്ന് ബൗണ്ടറി മുഴുവൻ ബ്രേക്കായി, അതിരുകൾ ബ്രേക്കായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അതിരുകൾ ബ്രേക്കായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ഇവിടെ ഇരുന്ന് നമ്മുടെ വീട്ടിലിരുന്ന് ഫാൻ്റെ അടിയിലിരുന്ന് ലോകത്തിനോട് മുഴുവൻ സംവദിക്കാം. ഇന്ന് വേറൊരു പുറത്ത് ഒരു രാജ്യത്ത് ഒരു കമ്പനിയുടെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേറൊരു രാജ്യത്ത് പോകേണ്ടത് ഇവിടെ ഇരുന്നുകൊണ്ട് അവരവരുടെ വീട്ടിലിരുന്ന് വേറെ രാജ്യത്തുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാം. ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇനിയും ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ ഇനിയും നമുക്ക് മടിയാണ്. ഇനിയും നമ്മൾ പണ്ട് വർക്ക് ചെയ്ത് ശീലിച്ച് അതേ രീതിയിൽ കാളവണ്ടിയെ കയറി ഓടിച്ചുകൊണ്ടിരിക്കാനാണ് കൂടുതൽ ആൾക്കാരും. ഇപ്പോഴും എനിക്കറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് അവരോട് ഈ വിഷയം സംസാരിച്ചിട്ടും ഞാൻ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണ്, പല ബിസിനസ്സുകാരും ഇന്നും അവരെ നിൽക്കുന്നിടത്ത് നിൽക്കുന്നല്ലാതെ അവരത് പഠിക്കുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് വളരെ, നമ്മൾ പഠിക്കാമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുമ്പം ചില ആൾക്കാർ ചിന്തിക്കുന്നത് പഠിക്കണ്ടേ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്കീമുകാരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകാരൊക്കെ പറയുന്നത് അവരുടെ ആകുമ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, ഇതാകുമ്പോൾ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ട. ഞാനൊക്കെ കാണുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. അറിവ് ഉണ്ടാക്കാം എന്ന് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നതിന് ചില ആൾക്കാർ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പഠിക്കണം, എവിടെ ആകുമ്പോൾ പഠിക്കണം, ഇവിടെ ആകുമ്പോൾ ഒന്നും വേണ്ട, കുറച്ച് പൈസ ഇട്ടാൽ കളഞ്ഞാൽ മതി, വേറൊന്നുമില്ല. പൈസ ഇട്ടാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഇങ്ങോട്ട് പൈസ ഇട്ടാൽ മതി, പൈസ തന്നാൽ മതി, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്നിടത്ത് കൊണ്ട് പൈസ പിന്നെ എടുത്ത് പഠിക്കണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതൊക്കെ അറിയാൻ മേലാത്തത്. ഇപ്പം സൂമിൽ ചില ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഇനി അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് എവിടെയുള്ള ആൾക്കാരോടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനും ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്താ ഡിഫറൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. പല ആൾക്കാരും കുട്ടികളൊക്കെ വിദേശത്താണ്, ഇതിനകത്ത് തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒരാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് വീട്ടിൽ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നവർ പറഞ്ഞു കൊടുക്കാം, നമ്മൾ വാട്സാപ്പ് വഴി ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാം, സൂമിലൂടെ പറഞ്ഞു കൊടുക്കാം, ഗൂഗിൾ മീറ്റിലൂടെ പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം നമ്മൾ പുതിയ സ്കില്ലുകൾ ഇതൊക്കെ പഠിച്ച്, മാത്രമല്ല ഇതൊക്കെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യം വേറൊരു കാര്യം ഉണ്ട്. ഈ നമ്മുടെ ബ്രെയിനിന് കൂടുതൽ ലോഡ് കൊടുക്കുക എന്നുള്ളതാണ്. പല ബ്രെയിനല്ല, നമുക്ക് എന്തുമാത്രം ലോഡ് കൊടുത്താലും അത് ഏറ്റെടുക്കാൻ നമ്മുടെ ശരീരവും ബ്രെയിനും ഒക്കെ സാധിക്കും. പല ആൾക്കാരും നമ്മൾ ആകെ കൂടി ലോഡ് കൊടുക്കുന്നത് വയറിന് മാത്രമാണ്. നമ്മുടെ വേറെ ഓരോ ഓർഗനും ലോഡ് കൊടുക്കുന്നില്ല, വയറിന് മാത്രം നമ്മൾ ആവശ്യത്തിന് പോലെ ലോഡ് കൊടുക്കുന്നില്ല. ഇത് മാത്രമാണ് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈറ്റിങ്, റീപ്രൊഡക്ഷൻ, സ്ലീപ്പിങ്, ഈ 3 കാര്യങ്ങൾ ആണ് നോർമൽ എല്ലാ ജീവികൾക്കും കൊടുത്തിട്ടുള്ളത്. ഈ മനുഷ്യനും കൂടുതൽ ആൾക്കാർ ഇത് 3 കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേറൊരു സാധനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി. പല ചുരുക്കം ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചിട്ടുള്ള ആൾക്കാർ ബാക്കി സാധനത്തിന് ഉപയോഗിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ, എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട